നമുക്കുള്ള പോർഷൻസ് എന്ന് പറയുന്നത് ചാൻസ് ഓഫ് ലോസ് ആൻഡ് ലോസ് ഫോർകാസ്റ്റിംഗ്. എങ്ങനെ നമുക്ക് ലോസ് വരാനുള്ള ചാൻസ് എന്താണ്, അതിന് നമുക്ക് എങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യാം. ഇത് ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മളെ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എങ്ങനെയാണ് നമുക്ക് ചാൻസ് ഓഫ് ലോസ് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ എന്താണ് ചാൻസ് ഓഫ് ലോസ് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്നത് എന്താണ് പ്രോബബിലിറ്റി. ചാൻസ് ഓഫ് ലോസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഈവന്റ് അക്കർ. അപ്പൊ എപ്പോഴാണ് വരുന്നത്, നമുക്ക് ഈ ചാൻസ് ഓഫ് ലോസ് വരുന്നത് എപ്പോഴാണ്, അതിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ആൻ ഈവന്റ് വിൽ അക്വർ. ഒരു ഈവന്റ് നമുക്ക് നടക്കുന്ന സമയത്തിൽ അവിടെ എന്തുണ്ട്, ലോസ് ഉണ്ടാകാൻ എന്തുണ്ട്, പ്രോബബിലിറ്റി, ചാൻസ് ഉണ്ട്. ചാൻസ് എന്ന് പറയുന്നത് ഏതിന്റെ ബേസിസിലാണ് വരുന്നത്, പ്രോബബിലിറ്റിയുടെ ബേസിസിലാണ് വരുന്നത്. അപ്പൊ റിസ്ക്, അങ്ങനെ റിസ്ക് പ്രോബബിലിറ്റിയെ നമുക്ക് എന്തായിട്ട് ഡിവൈഡ് ചെയ്യാം, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്, ബോത്ത് ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ആസ്പെക്റ്റിൽ. രണ്ട് ആസ്പെക്റ്റിലാണ് നമ്മൾ റിസ്ക് പ്രോബബിലിറ്റിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ്, സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ആസ്പെക്റ്റിലാണ്. അപ്പൊ എന്താണ് ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ചാൻസസ് ഓഫ് ലോസ് ആണ്. അപ്പൊ ചാൻസസ് ഓഫ് ലോസ് എന്ന് പറയുന്നത് എന്താണ്, പ്രോബബിലിറ്റി ദാറ്റ് ആൻ ഈവന്റ് വിൽ അക്വർ. ഒരു ഈവന്റ് സംഭവിക്കുന്ന സമയത്തിൽ നമുക്ക് എന്തുണ്ടാകാം, റിസ്ക് ഉണ്ടാകാൻ എന്തുണ്ട്, പ്രോബബിലിറ്റി, ചാൻസസ് ഉണ്ട്. അങ്ങനെ വരുന്ന റിസ്ക് പ്രോബബിലിറ്റിയെ നമുക്ക് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാം, സബ്ജക്റ്റീവ് ആയിട്ടും അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആസ്പെക്റ്റിലും നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റി. ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരു ലോങ് ടേം ഫ്രീക്വൻസി ഓഫ് ആൻ ഈവന്റ് ബേസ്ഡ് ഓൺ അസംഷൻ. ഇത് എപ്പോഴാണ് നടക്കുന്നത്, ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റി വരുന്ന ചാൻസ് എപ്പോഴാണ്, ലോങ് ടേം ഈവന്റ്. എങ്ങനെയാണ്, ലോങ് ടേം ഫ്രീക്വൻസി ഓഫ് ആൻ ഈവന്റ് ബേസ്ഡ് ഓൺ അസംഷൻ. ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്, ലോങ് ടേം ആണ്. അപ്പം ഒബ്ജക്റ്റീവിൽ വരുന്നത് എങ്ങനെയാണ്, ഒബ്ജക്റ്റീവ് വരുന്നത് ലോങ് ടേം ഫ്രീക്വൻസി ഓഫ് ആൻ ഈവന്റ് ബേസ്ഡ് ഓൺ അസംഷൻ. അസംഷന്റെ ബേസിസിൽ ലോങ് ടേം ആയിട്ട്, ടേം പീരീഡ് എന്ന് പറയുന്ന ലോങ് ടേം ഫ്രീക്വൻസി ഈവന്റ് നടക്കുന്ന സമയത്താണ് ഏത് വരുന്നത്, ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു ചാൻസ് ഉണ്ടാവുന്നത്. ഓഫ് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. അവിടെ ഒബ്സർവേഷൻസ് എങ്ങനെയാണ്, ഇൻഫിനിറ്റ് നമ്പർ ആണ്, ഫിനിറ്റ് അല്ല, എന്താണ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് and of no change in the underlying conditions. അവിടെ എന്തുണ്ടാകുന്നില്ല, നോ ചേഞ്ച് ഇൻ ദി അണ്ടർലൈയിങ് കണ്ടീഷൻസ്. അണ്ടർലൈയിങ് കണ്ടീഷൻസിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നതിന് എന്ത് വരുന്നില്ല, ചേഞ്ച് വരുന്നില്ല. ഏത് പ്രോബബിലിറ്റി ബേസിൽ അല്ലെങ്കിൽ ഏത് പ്രോബബിലിറ്റിയുടെ ആസ്പെക്റ്റിൽ, ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റിയുടെ ആസ്പെക്റ്റിൽ. അപ്പൊ ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റി ആസ്പെക്റ്റിൽ പറയുന്നത് എന്താണ്, ലോങ് ടേം ഫ്രീക്വൻസി ഓഫ് ആൻ ഈവന്റ് ബേസ്ഡ് on assumption of an infinite number of observations and of no change in the underlying conditions. It can be determined. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റിയെ നമുക്ക് രണ്ട് വേയിൽ ഡിറ്റർമിൻ ചെയ്യാം. ഏതൊക്കെയാണ്, ഡിഡക്റ്റീവ് റീസണിങ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ്. ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ് ഇത് നമ്മൾ ഏതിൽ പഠിച്ചിട്ടുണ്ട്, ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ് ഒക്കെ റിസർച്ചിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിന്റെ ബേസിസിലാണ് ഏത് വരുന്നത്, ചാൻസ് ഓഫ് ലോസസ് ഒക്കെ അക്വയർ ആവുന്നത്. ദെൻ ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഏതിന്റെ ബേസിസിൽ, ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റിയിൽ. അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ
probability of an event determined under deductive reasoning is called. Deductive reasoning ലാണ് determine ചെയ്യുന്നതെങ്കിൽ അതിനെ എന്ത് പറയുന്നു? priori probabilities എന്ന് പറയുന്നു. അപ്പം എന്താണ്? deductive reasoning ലാണ് പ്രോബബിലിറ്റിയെ നമ്മളെ ഡിറ്റർമിൻ ചെയ്യുന്നതെങ്കിൽ അതിന് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? priori probabilities എന്ന് പറയുന്നു. ദെൻ അതെന്താന്ന് വെച്ചാൽ ഈക്വൽ ചാൻസ് വരുന്നതാണ്. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഫ്രം ദി ടോസ് ഓഫ് എ പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് കോയിൻ ഇൻ 1/2 ബിക്കോസ് ദർ ആർ 2 സൈഡ് ആൻഡ് ഓൺലി 1 ഈസ് ഹെഡ്. അങ്ങനെ ഈക്വൽ ചാൻസ് വരുന്നതിനെയാണ് എന്ത് പറയുന്നു? ഒബ്ജക്റ്റീവില് ഡിഡക്റ്റീവ് റീസണിംഗ് എന്ന് പറയുന്നു. ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റി ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ ഇൻഡക്റ്റീവ് റീസണിംഗ് ആണെങ്കിൽ ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റി ഈസ് ബേസ്ഡ് on empirical evidence using എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അവിടെ? statistics, experiment and mathematical measurement rather than relying on things like the personal experience. ഇത് എങ്ങനെയാണ് വരുന്നത്? എംപറിക്കൽ ഇൻഡക്റ്റീവ് റീസണിംഗിൽ ആണെങ്കിൽ ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റി ഏതിന്റെ ബേസിലാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ്, എക്സ്പെരിമെന്റ് ആൻഡ് മാത്തമെറ്റിക്കൽ മെഷർമെന്റിലാണ് ഇത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ ബേസിസിലാണ്. അപ്പം ചാൻസ് ഓഫ് ലോസ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ പ്രോബബിലിറ്റി ദാറ്റ് ഈവന്റ് അക്കർ. ഇത് രണ്ട് മെത്തേഡിൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ഏതൊക്കെയാണ്? ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ആസ്പെക്റ്റിൽ. ഒബ്ജക്റ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ് പറയുന്നത്? ഒബ്ജക്റ്റീവ് ബേസിസിലാണെങ്കിൽ ലോങ് ടേം ഫ്രീക്വൻസി ആണ്. ലോങ് ടേം ഫ്രീക്വൻസി ഓഫ് ആൻ ഈവന്റ് ആണ്. അത് ബേസ്ഡ് ഓൺ അസംഷൻസ് ഫോർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസിലാണ് ഇത് വരുന്നത്. ഇതിന് വരുമ്പോൾ എന്ത് വരുന്നില്ല? നോ ചേഞ്ച് ഇൻ ദി അണ്ടർലൈങ് കണ്ടീഷൻസിൽ എന്ത് വരുന്നില്ല? ചേഞ്ച് വരുന്നില്ല. ദെൻ ഇതിനെ 2 വേസിൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ഏതൊക്കെയാണ്? ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ്. ഡിഡക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ പ്രയോറി പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നു. ഈക്വൽ ചാൻസ് ആണ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്നത് മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് യൂസ് ചെയ്താണ്. ഏതൊക്കെയാണ്? സ്റ്റാറ്റിസ്റ്റിക്സ്, എക്സ്പീരിയൻസ് ആൻഡ് മാത്തമെറ്റിക്കൽ മെഷർമെന്റ് ആൻഡ് യൂസ്ഡ് ഓൺ പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡക്റ്റീവ് റീസണിങ് വെച്ചിട്ട് നമ്മൾ ചാൻസ് ഓഫ് ലോസ് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി ആണ്. സബ്ജക്റ്റീവ് പ്രോബബിലിറ്റിയിൽ വരുന്നത് എന്താന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ പേഴ്സണൽ എസ്റ്റിമേറ്റ് ഓഫ് ചാൻസ് ഓഫ് ലോസ്. അവിടെ എന്താ വരുന്നത്? ഇൻഡിവിജ്വൽ പേഴ്സണൽ എസ്റ്റിമേറ്റ് ഓഫ് ചാൻസ് ഓഫ് ലോസ് ആണ്. Then subjective probability need not coincide with objective probability. ഇത് objective probability ന്റെ ബേസിസിലല്ല, പേഴ്സണൽ എസ്റ്റിമേറ്റിൽ വരുന്ന ലോസ് ആണ്. ഇത് അവരവരുടെ ഓരോ പേഴ്സൺസിന്റെ ഏജ്, ജെൻഡർ, ഇന്റലിജൻസ്, എഡ്യൂക്കേഷൻസ് ആൻഡ് അതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ചാൻസ് ഓഫ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സബ്ജക്റ്റീവ് പ്രോബബിലിറ്റിയിൽ. അങ്ങനെ 2 ടൈപ്സ് ഓഫ് ചാൻസ് ഓഫ് ലോസ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ്. നെക്സ്റ്റ് നമുക്ക് പറയുന്ന ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് ചാൻസ് ഓഫ് ലോസ് ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം റിസ്ക്കും ചാൻസ് ഓഫ് ലോസിനും എന്തുണ്ട്? ഡിഫറൻസും ഉണ്ട്. ചാൻസ് ഓഫ് ലോസ് ക്യാൻ ബി ഡിഫറെന്റ് ഫ്രം ഒബ്ജക്റ്റീവ് റിസ്ക്. ഒബ്ജക്റ്റീവ് റിസ്കുമായിട്ട് ഇതിന് എന്തുണ്ട്? ഡിഫറൻറ്റ് ഉണ്ട്. ചാൻസ് ഓഫ് ലോസ് ഇസ് ദ പ്രോബബിലിറ്റി അല്ലെ. ചാൻസ് ഓഫ് ലോസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോബബിലിറ്റി ദാറ്റ് ഈവന്റ് വിൽ അക്വയർ. ബട്ട് ഒബ്ജക്റ്റീവ് റിസ്ക് ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് വേരിയേഷൻ ഓഫ് ആക്ച്വൽ ലോസ് ഫ്രം എക്സ്പെക്റ്റഡ് ലോസ്. ഒബ്ജക്റ്റീവ് റിസ്ക് എന്താണ് പറയുന്നത്? ഒബ്ജക്റ്റീവ് റിസ്ക് ഈസ് ദി റിലേറ്റീവ് വേരിയേഷൻ ഓഫ് ആക്ച്വൽ ലോസ് from expected loss. Then the chance of loss may be identical from 2 different groups, but objective risk may be quite different. അപ്പൊ ഇങ്ങനെ വരുന്ന 2 ചെറിയ ഡിഫറൻസ് ആണ് ഏതിനൊക്കെ ഉള്ളത്? റിസ്കിനും ചാൻസ് ഓഫ് ലോസിനും ഉള്ളത്. അപ്പൊ റിസ്ക് എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്ന റിസ്ക് എന്ന് പറയുന്നത് ഏതാണ്? ഒബ്ജക്റ്റീവ് റിസ്കിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ചാൻസ് ഓഫ് ലോസിനും റിസ്കിനും എന്തുണ്ട്? 2 ഡിഫറൻസ് ഉണ്ട്. ദെൻ നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഇതിൽ പറഞ്ഞത് എന്താണ്? ചാൻസ് ഓഫ് ലോസ് ആൻഡ് ലോസ് ഫോർകാസ്റ്റിംഗ് ആണ്. അപ്പം ചാൻസ് ഓഫ് ലോസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയാം. ദെൻ നമുക്ക് പറയാനുള്ളത് എന്താണ്?
ലോസ് ഫോർകാസ്റ്റിംഗ്. എന്താണ് ലോസ് ഫോർകാസ്റ്റിംഗ്? predicting future losses through an analysis of past losses is called എന്താണ്? ലോസ് ഫോർകാസ്റ്റിംഗ്. അപ്പൊ എന്താണ് ലോസ് ഫോർകാസ്റ്റിംഗ്? predicting future losses. നമ്മൾ എന്ത് ചെയ്യുന്നു? predict ചെയ്യുന്നു, assume ചെയ്യുന്നു. എന്താണ്? future losses of through an analysis of ഏതിന്റെ അനാലിസിസിന്റെ ബേസിസിലാണ്? പാസ്റ്റ് ലോസസ്. പാസ്റ്റിൽ എന്ത് ലോസസ് ആണ് നടന്നത്, അതിന്റെ ബേസിൽ ഫ്യൂച്ചറിൽ എന്ത് ലോസ് ഉണ്ടാകും എന്നുള്ളതിനെ പ്രഡിക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അസ്യൂം ചെയ്യുന്നു, അല്ലെ അസംഷനാണ് എന്ത് പറയുന്നു? ലോസ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നു. ഫ്യൂച്ചറിൽ എന്താവും, പാസ്റ്റിൽ ഇത്രയും റിസ്ക് ആണ് ഉണ്ടായിട്ടുള്ളത്, ഇനി ഫ്യൂച്ചറിൽ എന്താവും എന്നുള്ള പ്രഡിക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നു? ലോസ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നു. ഈ ലോസ് ഫോർകാസ്റ്റിംഗിനെ എങ്ങനെയാണ് ദ റിസ്ക് മാനേജർ ഹാൻഡിൽ ചെയ്യുന്നത്? The risk manager has to employ different techniques to predict losses. ഈ predictions എങ്ങനെയാണ് ഈ റിസ്ക് മാനേജർ പ്രഡിക്റ്റ് ചെയ്യുന്നത്? അതിന് ഫോളോ ചെയ്യുന്നത് 3 മെത്തേഡ്സ് ആണ്. ഏതൊക്കെയാണ്? ലോസ് പ്രോബബിലിറ്റി അനാലിസിസ്, regression analysis and forecasting based on lost distributions. അങ്ങനെ പറയുന്ന 3 ടെക്നിക്കൽ യൂസ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? റിസ്ക് മാനേജർ റിസ്കിനെ പ്രഡിക്റ്റ് ചെയ്യുന്നത്, ഫ്യൂച്ചർ റിസ്കിനെ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? പ്രോബബിലിറ്റി അനാലിസിസ്, റിഗ്രഷൻ അനാലിസിസ്, ദെൻ ഫോർകാസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ലോസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. ദെൻ എന്താണ് പ്രോബബിലിറ്റി അനാലിസിസ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്താണ്? ദ ടെക്നിക് ഈസ് യൂസ്ഡ് ബൈ ദ റിസ്ക് മാനേജർ ഫോർ ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ ഈവന്റ്. ഫ്യൂച്ചർ ഈവന്റിനെ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസ്ക് മാനേജർ അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നിക്സിനെയാണ് എന്ത് പറയുന്നു? പ്രോബബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നു. സച്ച് ആൻ ആക്സിഡന്റൽ ആൻഡ് ബിസിനസ് ലോസസ് ഉണ്ടാകുന്നതിനെ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻ ഓർഡർ ടു പ്രഡിക്റ്റ് ദ ഫ്യൂച്ചർ ലോസസ്, the risk manager has to conduct a detailed review of historical loss data. Risk manager എന്ത് ചെയ്യുന്നുണ്ട്? The detailed review നടത്തുന്നുണ്ട്. ഏതിനെ കുറിച്ച്? ഹിസ്റ്റോറിക്കൽ ലോസ് ഡേറ്റയെ കുറിച്ച്. വേൾഡില് പാസ്റ്റിൽ നടന്നത് എന്താണ്, ഹിസ്റ്റോറിക്കലായിട്ട് നടന്നത് എന്താണെന്നുള്ളതിന് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഡേറ്റയെ എന്ത് ചെയ്യുന്നുണ്ട്? റിവ്യൂ ചെയ്യുന്നുണ്ട്. ടു കാൽക്കുലേറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് കാൽക്കുലേറ്റ് ചെയ്യും മുമ്പേ എന്ത് ചെയ്യുന്നുണ്ട്? റിസ്ക് മാനേജർ പാസ്റ്റിൽ എന്താണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് റിവ്യൂ കളക്ട് ചെയ്യുന്നുണ്ട്. Then the probability analyst consider past losses and expected future losses and assume that the environment will remain fairly stable. The technique is particularly effective for companies that have a large amount of data on past losses and they have experienced stable operations. പാസ്റ്റിൽ നമുക്ക് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്യൂച്ചർ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നിക്സ് പ്രോബബിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ദെൻ ഇതിനൊരു ഫോർമുല ഉണ്ട്. എന്താന്ന് വെച്ചാൽ ദ ചാൻസ് ഓഫ് അക്വയറിംഗ് ആൻ അഡ്വേഴ്സ് ഈവന്റ് ദാറ്റ് വിൽ കോസ് ലോസസ് ടു ആൻ ഓർഗനൈസേഷൻ ഈസ് നോൺ ആസ് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ലോസ് എന്ന് പറയാം. ദ പ്രോബബിലിറ്റി ഓഫ് സച്ച് ആൻ ഈവന്റ്. പ്രോബബിലിറ്റിയെ നമ്മൾ ഏത് ലെറ്ററിലാണ് പറയുന്നത്? പി, ക്യാപിറ്റൽ പി എന്നുള്ള ലെറ്ററിലും വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഈവന്റിനെ ക്യാപിറ്റൽ എക്സിലും ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് എക്സ്പോസർ യൂണിറ്റിനെ ക്യാപിറ്റൽ എൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ പ്രോബബിലിറ്റി അനാലിസിസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? പി ഈസ് ഈക്വൽ ടു എക്സ് ബൈ എൻ. ദെൻ ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫോർമുല അഡോപ്റ്റ് ചെയ്യാൻ 3 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ 2 ഈവന്റ് ആർ കൺസിഡർ ആസ് ആൻ ഇൻഡിപെൻഡന്റ് ഈവന്റ്. 2 ഈവന്റും ഇൻഡിപെൻഡന്റ് ഈവന്റ് ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഇഫ് ദ അക്വറൻസ് ഓഫ് 1 ഈവന്റ് ഡസ് നോട്ട് അഫക്റ്റ് ദി അക്വറൻസ് ഓഫ് അതർ ഈവന്റ്. 2 ഇൻഡിപെൻഡന്റ് ഈവന്റ് ആണെങ്കിൽ ഒരു ഈവന്റ് മറ്റേ ഈവന്റിനെ എന്ത് ചെയ്യുന്നില്ല? അഫക്റ്റ് ചെയ്യുന്നില്ല. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഒരു ഈവന്റ് കൺസിഡേർഡ് ഡിപ്പെൻഡന്റ് ഈവന്റ് ആണെങ്കിൽ, ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഒരു ഈവന്റ് മറ്റേ ഈവന്റിനെ
അഫക്റ്റ് ചെയ്യുന്നില്ല. ഡിപ്പെൻഡന്റ് ഈവന്റ് ആണെങ്കിൽ ദാറ്റ് വിൽ affect one event from other event. Then third point എന്ന് പറയുന്നത് event are mutually exclusive in the if the occurrence of one event than occurrence of the second event. അപ്പോൾ ഇങ്ങനെ വരുന്ന 3 പോയിന്റാണ് ഇതിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലോസ് ഫോർകാസ്റ്റിംഗ് വരുന്നത് പ്രോബബിലിറ്റി അനാലിസിസ് ആണ്. സെക്കൻഡിൽ വരുന്നത് റിഗ്രഷൻ അനാലിസിസ് ആണ്. റിഗ്രഷൻ അനാലിസിസ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് വേരിയബിൾസ് ആൻഡ് ദി വൈ വേരിയബിൾ. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ. വൈ എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പെൻഡന്റ് വേരിയബിൾ. അപ്പം റിലേഷൻഷിപ്പ് റിഗ്രഷൻ അനാലിസിസ് പറയുന്നത് എന്താണ്? എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഇറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഫോർ പ്രഡിക്റ്റിംഗ് വൺ വേരിയബിൾ. വൺ വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പെൻഡന്റ് വേരിയബിൾ ബേസ്ഡ് ഓൺ ദ റിലേഷൻഷിപ്പ് വിത്ത് വൺ ഓർ മോർ അതർ വേരിയബിൾ. അതർ വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇറ്റ് characterizes the relation between two or more variables and then uses the characterization to predict the value of variables. അപ്പോൾ റിഗ്രഷൻ അനാലിസിസ് പറയുന്നത് എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. Then last one is forecasting based on loss distribution. Loss distribution. ആ ലോസ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ്. മെത്തേഡ് ഓഫ് ലോസ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ലോസ് ഡിസ്ട്രിബ്യൂഷൻ. ആസ് ദ നെയിം സജ ആ നെയിമിൽ തന്നെ പറയുന്നുണ്ട് എന്താണ്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോസ് ദാറ്റ് ക്യാൻ അക്വയർ ഇൻ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ഇവിടെ പ്രഡിക്റ്റ് ചെയ്യുന്നത്. എ വെൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പാരാമീറ്റേഴ്സ്. പാരാമീറ്റേഴ്സിൽ പറയുന്നത് ഏതൊക്കെയാണ് പാരാമീറ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് റിസർച്ചിൽ? മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത് എക്സെട്ര. ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? പാരാമീറ്റർ ഇക്വേഷൻസിൽ വരുന്നതാണ്. വിൽ ഹെൽപ് ടു റിസ്ക് മാനേജർ ടു എസ്റ്റിമേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ആൻ ഈവന്റ്. ഇങ്ങനെയുള്ള ടൂൾസുകൾ യൂസ് ചെയ്താണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫോർകാസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ലോസ്. Then the risk manager needed to know the parameter of loss distribution such as the mean and standard deviation, the normal distribution widely used for forecasting. അപ്പോൾ chance of loss and loss forecastingനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ 3 ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് യൂസ് ചെയ്തത്. പ്രോബബിലിറ്റി അനാലിസിസ്, റിഗ്രഷൻ അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ലോസ് ഡിസ്ട്രിബ്യൂഷൻസ്.